അയ്യോ പിടിക്കാം പിടിക്കും പിടിക്കും മതി ഫോട്ടോ എടുത്തില്ലേ ഇതിപ്പോ താഴെ വീഴും. ജീവമാല്യം നിന്നിൽ കാണുമ്പോൾ സുഹൃത വീതിയിൽ അലയും വേൽ. സ്റ്റാർ മാജിക്കിലെ സ്റ്റാറുകളെല്ലാം ഇക്ഷാപരപ്പിക്കും ചേച്ചി. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് പോണേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങോട്ടാണെന്ന്, പക്ഷേ ഇവിടെ വന്നിട്ട് നമുക്കൊരു കാര്യമുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടൊരു സ്ഥലം വരെ പോവാം. അതെവിടെയാ എന്താണെന്നൊക്കെ ഉള്ളത് സർപ്രൈസ് ആട്ടോ. അപ്പോൾ വെൽക്കം ടു ലക്ഷ്മി നക്ഷത്ര ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ചേട്ടാ എന്തേ സെറ്റാണോ? ഓക്കെ ആണ്. അപ്പോൾ ആരുടെ ബർത്ത്ഡേ ആണെന്ന് വിചാരിക്കണ്ടായിരിക്കും, പക്ഷെ തീം കണ്ടിട്ട് മനസ്സിലായല്ലോ ബർത്ത്ഡേ ഒന്നും അല്ല. ചേട്ടാ എല്ലാം സെറ്റാ? സ്പെഷ്യലാണ് അല്ലേ? സ്പെഷ്യലാണ്. വിഷ് യു എ ഹാപ്പി ക്രിസ്മസ്. പക്ഷെ ഇത് തീർന്നിട്ടില്ല, ഇതൊരു കയ്യിൽ മാത്രം. ഇനി ഈ കയ്യിൽ നിറച്ചിട്ടുണ്ടല്ലോ, എല്ലാം തന്നോളൂ. അതെ മാഡം ശ്രദ്ധിച്ചോളോട്ടാ. ഇത് മിനിഞ്ഞാന്ന് നമ്മുടെ ശകുന്തള എനിക്ക് ഒരു ഓർഡർ ഉണ്ടായിരുന്നു, അത് കൊണ്ടുപോയിട്ട് താലം പിടിച്ച പോലെ തട്ടിമറിച്ചിട്ടു. നാക്കൊന്ന് നോക്കട്ടെ, നാക്കൊന്ന് നോക്കട്ടെ. നന്നായി ആഘോഷിക്കണം ആഗ്രഹമുണ്ട് എനിക്കും. അല്ല നാക്കൊന്ന് നോക്കട്ടെ. കുഴപ്പമില്ല. കുറച്ച് ചേട്ടനെ സഹായിക്കട്ടോ. ചേട്ടൻ ഒരു 2 എണ്ണം കൂടെ എനിക്ക് കൊണ്ടുപോകാൻ പറ്റും. ചേട്ടൻ നാക്കിൽ നല്ല അടിപൊളി ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് കൊണ്ടേ എനിക്ക് ഭയങ്കര 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 കോൺഫിഡൻസ് ആണ് എന്നിട്ട് തന്നെ. എന്തായാലും എനിക്കാണെങ്കിൽ കുലുങ്ങിച്ചിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. കുലുങ്ങിച്ചിരിച്ചു കഴിഞ്ഞാൽ സംഗതി എല്ലാ കേക്കും താഴെ വീഴും. അപ്പൊ നമുക്ക് പതുക്കെ സ്റ്റാർ മാജിക്കിൽ പറയുന്ന പോലെ തത്തക പിത്തക എന്നുള്ള ആ ഒരു ടോണിൽ പതുക്കെ ഡിക്കിയിലേക്ക് ഇത് കൊണ്ടുവയ്ക്കാൻ. തീർന്നിട്ടില്ല കേട്ടോ, ടോട്ടൽ കുറച്ച് കേക്കും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്കുള്ള കേക്കാണ്. ഇപ്പോഴെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും നമ്മൾ എങ്ങടാ പോണേന്ന്. ഒരു സ്ഥലത്ത് നമ്മൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാം. ഒട്ടും വെയിറ്റ് ഇല്ല കേട്ടോ. ഹാപ്പി ക്രിസ്മസ്. ഇനി നമ്മൾ ഞാൻ പറഞ്ഞ ആ ഒരു സ്പെഷ്യൽ പ്ലേസിലേക്ക് പോകാൻ പോവാ. സ്പെഷ്യൽ പ്ലേസ് എന്ന് പറയുമ്പോൾ ഇതുവരെ ഞാൻ സെലിബ്രേറ്റ് ചെയ്ത ക്രിസ്മസിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ക്രിസ്മസ് ആയിരിക്കും ഇതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും. കാരണം കുഞ്ഞു കുട്ടികളുടെ മുഖത്ത് എത്രയോ ചിരി നമുക്ക്, അല്ലെങ്കിൽ അവരെ ചിരിപ്പിക്കാൻ പറ്റുന്നു. അത് ഏറ്റവും ഭയങ്കര ഒരു എന്താ പറയുക ഗോൾഡൻ മൊമെൻ്റ് എന്ന് വേണം പറയാനായിട്ട്. സോ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള, എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് കുഞ്ഞു മക്കളുടെ അടുത്തേക്കാണ് നമ്മളിന്ന് പോകാൻ പോണേ. അപ്പോൾ എന്താണ് അവർ ഇത്രയും സ്പെഷ്യൽ ആവണേ എന്നുള്ളത് നേരെ അവിടെ പോയിട്ട് ബാക്കി നേരിട്ട് കണ്ടറിയാം. പോവല്ലേ? വണ്ടി ഓടിക്കുമ്പോൾ ട്രാഫിക് നിയമങ്ങൾ പാലിക്കണം. അതുകൊണ്ട് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്തൊരു സ്പെഷ്യൽ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരിക്കുന്നത്. അതെങ്ങനെയാണ് സ്പെഷ്യൽ ആവാൻ പോകുന്നതെന്നുള്ളത് ഞാൻ പറയാം. കൂടുതൽ ഇൻട്രോ അല്ലെങ്കിൽ സസ്പെൻസ് പ്ലേ എന്താ റിവീൽ ചെയ്യുക അങ്ങനെ ഒന്നുമില്ല. എങ്ങനെയാണ് ഈ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ആവണമെന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം ഉള്ളിലേക്ക്. Thank you, welcome. Happy Christmas. Happy Christmas. Thank you. എന്നെ മനസ്സിലായോ എല്ലാവർക്കും? എന്താ? ആണോ? അച്ചോടാ, so sweet അല്ലേ? മേരാ കൂട്ടുകാരി. മേരാ കൂട്ടുകാരി ഭയങ്കര ഹിന്ദി. ലക്ഷ്മി റായ്. ഇനി ഞാൻ സംസാരിക്കില്ല, കാരണം എനിക്ക് ഹിന്ദി കാര്യമായിട്ട് അറിയില്ല. മേരാ കൂട്ടുകാരി എന്നോ? എന്റെ പേരെന്താ? അഡ്വക്കേറ്റ് ഹണിബർദൻ. ഹണിബർദൻ. അഡ്വക്കേറ്റ്. ഇതാ ഞാൻ പറഞ്ഞേ
ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള കൂട്ടുകാരുടെ കൂടെയാണ് ഇത്തവണ നമ്മൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാൻ പോണേ കേട്ടോ. അപ്പൊ ക്രിസ്മസ് നമുക്ക് എല്ലാവർക്കും അടിച്ചു വിളിക്കാം. ഞാനിപ്പോ തൃശ്ശൂർ തന്നെയാണുള്ളത്, എന്റെ നാട്ടിൽ തന്നെയാണുള്ളത്. ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള കുറെ മിടുക്കന്മാരും മിടുക്കി കുട്ടികൾ എന്റെ കൂടെ ഉണ്ട്. ടീം ബട്ടർഫ്ലൈസ് എന്ന് പറയും ഇവര്. ടീം ബട്ടർഫ്ലൈസ് ആരാണ്? ശരിക്കും ഞാൻ ഇവരുടെ കൂടെ നിൽക്കുമ്പോ എനിക്ക് മാത്രം കോംപ്ലക്സ് വരുള്ളൂ. കാരണം എനിക്ക് ഗിന്നസ് ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ എന്റെ പേരൊന്നും വന്നിട്ടില്ല. നിങ്ങളുടെ എല്ലാവരുടെയും പേരൊക്കെ വന്നിട്ടുണ്ടല്ലേ? കാര്യങ്ങളൊക്കെ വഴിയെ പറയാട്ടോ. മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള കുറെ പേര് എന്റെ കൂടെ ഉണ്ട്. ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാം ഒരുമിച്ച്. കുറെ പേര് കണ്ടോണ്ടിരിക്കും. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് പറയാം. റെഡി? ഹാപ്പി എന്നെ അറിയോ നിങ്ങൾക്ക്? ആരാ ഞാൻ? കണ്ടിട്ടുണ്ടോ? എന്നെ എവിടെ കണ്ടിട്ടില്ലേ? സ്റ്റാർ മാജിക്കിലാണോ? എന്താ എന്താ എന്താ? ആഹാ, അപ്പൊ ടമാർപ്പടാറ് മുതൽ സ്റ്റാർ മാജിക് വരെ എത്തി അല്ലേ? ഇഷ്ടാണോ പരിപാടി? സൂപ്പറാണോ? എന്നെ കാണാറുണ്ടോ? എന്നിട്ട് അമ്മ കാണണ്ടെന്ന് പറഞ്ഞ് ചീത്ത പറയാറുണ്ടോ? ആ സൂപ്പർ. അല്ലെ ഏറ്റവും ഇഷ്ടം എന്താ? എന്നാണ് ഇവരെല്ലാരും ഉണ്ടല്ലോ എന്താ പറയുക, ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള മക്കളാണെന്ന് വേണം പറയാനായിട്ട്. ഇവരുടെ ഓരോ കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഉണ്ടല്ലോ, ചെണ്ടമേളം, മിമിക്രി, പാട്ട്, ഡാൻസ്, ഒരു കോമ്പറ്റീഷൻ ഐറ്റൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ കപ്പ് കൊണ്ടുപോളൂ അല്ലേ? കൊറേ സമ്മാനം കിട്ടിയിട്ടില്ലേ? അപ്പൊ അവിടെ പേരെന്താ? പേരെന്താ? പേരെന്താന്ന്? അർച്ചന. അർച്ചനയുടെ പല്ല് ഇവിടെ പൊട്ടിയിട്ടുണ്ട്, എന്റെ പല്ലും പൊട്ടിയിട്ടുണ്ട്. കണ്ട ഇതെങ്ങനെ? ഞങ്ങക്ക് രണ്ടുപേർക്കും ഒട്ടും കുറുമ്പില്ല, അതുകൊണ്ടല്ലേ? പറയൂ, അർച്ചനയുടെ വിശേഷങ്ങൾ പറയാമേ. എന്താ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അതാ പരിപാടി കാണേട്ടാ. നല്ല സ്വഭാവമാണല്ലേ പണ്ട് മുതല്? ടി വി എങ്ങാൻ ഞാൻ ചാനല് മാറ്റി അപ്പൊ ആ റിമോട്ട് അടിച്ചു പൊട്ടിക്കും. റിമോട്ട് അടിച്ചു പൊട്ടിക്കോ? അങ്ങനെ കുറുമ്പ് കാണിക്കണ്ട കേട്ടോ. നമ്മുടെ തൃശ്ശൂരില് 200 അല്ലേ 201 പേരായിട്ട് ഇത്തരത്തിലുള്ള ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള മക്കൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് അവരൊരു ചെണ്ടമേളം നടത്തുകയുണ്ടായി. ആൻഡ് നമ്മുടെ തൃശ്ശൂരിന് കിട്ടിയൊരു പൊൻതൂവൽ എന്ന് പറഞ്ഞാൽ ഗിന്നസ് ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിക്കുകയാണ് ഈ മക്കള്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു വലിയ കൈഡി കൊടുക്കുകയാണ്. നോ ബഡി ക്യാൻ ബീറ്റ് ദം എന്ന് പറയുക. അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസ് ഉണ്ടല്ലോ ഇവരുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇതിനായിരുന്നു. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, നമ്മൾ കുറേ അധികം കേക്ക്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒക്കെ സസ്പെൻസ് എന്ന് പറഞ്ഞില്ലേ, ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്, ഒരു സ്പെഷ്യൽ സന്തോഷം നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ മക്കളുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഒരു ഇൻട്രോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പൊ അടിച്ചു വിളിക്കാം. ബാ. കുറച്ച് ദേശക്കാരനാണോ? അല്ല, ഞാൻ ഭയങ്കര സ്ട്രോങ് ആ. പറയൂ. ഞാൻ ഭയങ്കര സ്ട്രോങ്. ഈ ഞാന്റെ പേരെന്താ? ഞാന്റെ പേരെന്താ? ഞാന്റെ പേരെന്താ? ഞാന്റെ പേരെന്താ? ഞാന്റെ പേരെന്താ? പറയൂ. ഞാൻ എന്റെ പേര് പറയും. അഭിനവ് ഗംഗാധർ KP. എന്താ 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 എന്താ? അഭിനവ് ഗംഗാധർ KP. മൈക്ക് നോക്കി പറഞ്ഞാലല്ല, മൈക്കല്ല, സോറി, തെറ്റിപ്പോയി. കുട്ടിയുടെ കൂടെ നിന്നിട്ട് ഞാൻ ആക്ച്വലി ഭയങ്കര കോൺസെൻട്രേഷൻ ഇങ്ങോട്ടായി പോയി. ഇതാണ് ക്യാമറ, അറിയില്ലേ? ഇതെന്താ? വെരി ഗുഡ്. ഓക്കെ, പേരെന്തായിരുന്നു? അഭിനവ് ഗംഗാധർ KP. അഭി പാട്ട് പാടുവോ? ഒരു പാട്ട് പാടൂ, കേക്കട്ടെ. ഹൃദയം. കേക്കട്ടെ. ഹൃദയം ഒരു വീണയായി, അതിൽ നിൻമൊഴിയായി. ഹൃദയം ഒരു വീണയായി, അതിൽ നിൻമൊഴിയായി. എന്നെഞ്ചിൻ താളം നിന്നിൽ കേൾക്കുമ്പോൾ, എൻ ജീവമാല്യം നിന്നിൽ കാണുമ്പോൾ, സുഹൃത വീതിയിൽ അലയും വേൽ. ഹൃദയം ഒരു വീണയായി, അതിൽ നിൻമൊഴിയായി. എന്ത് രസമായിട്ടാ പാടിയേ. ഇവൻ പോയി പാട്ട് പാടിക്കഴിഞ്ഞ ആള് പോയിട്ടോ. സത്യമായിട്ടും ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് എത്ര പേർക്ക് ഈ ഒരു പാട്ട് അറിയാം? ടു ബി ഫ്രാങ്ക്, എനിക്ക് ലിറിക്സ് ഒന്നും അറിയില്ല കേട്ടോ. പക്ഷെ എന്ത് രസമായിട്ടാ പാടിയെന്ന് അറിയോ? അബിയുടെ അമ്മ വിശേഷങ്ങൾ പറയൂ, അബിയെ പറ്റി പറയൂ.
പറ്റിയ ഒത്തിരി ടാലൻറ്റഡ് ആണ് ആള്. നന്നായി പാടും, നന്നായി വരയ്ക്കും. ലോഗോസാണ് മെയിനായിട്ട് ആളുടെ ക്രേസ്. പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്. സന്തോഷമാണ്. അപ്പോൾ കണ്ടില്ലേ, ശ്രുതി ശുദ്ധമായിട്ടാണ് ഇവരൊക്കെ പാടണത്. ഒരാള് ഇതിനനുസരിച്ച് കൊറിയോഗ്രാഫി, ഈ പാട്ടിന് കൊറിയോഗ്രാഫി ചെയ്യണമെങ്കിൽ എത്ര വില്ലനായിട്ട് വേണം അവൻ. ഹലോ, ഒരു പാട്ടിട്ട് തരട്ടെ, ഡാൻസ് ചെയ്യോ? ഏത് പാട്ട് വേണം? മുക്കാബല ഇട്ടരട്ടെ. നേരത്തെ ഹൃദയം എന്നുള്ള പാട്ടിന്റെ വരെ ഡാൻസ് ചെയ്ത ആൾക്ക് മുക്കാബല പുട്ട് പോലെ ആയിരിക്കും. പാട്ടിട്ട് കൊടുക്കാം അല്ലേ? ആ പപ്പാന്റെ തൊപ്പി മാറ്റിക്കോളൂ. എല്ലാരും ചോദിക്കട്ടെ, ഇതില് ആരായിരുന്നു ഈ ലൈല? ലൈല ഒന്ന് കണ്ടേ? ഇതാണ് ലൈല എന്ന് പറഞ്ഞിട്ടില്ല. ഇതാണ് ലൈല. എവിടെയാന്നോ? ഈ ലൈല എനിക്ക് നല്ല പരിചയമുണ്ട്. ഈ ലൈല എനിക്ക് പരിചയമുണ്ടല്ലോ. എനിക്ക് പരിചയമുണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരിചയമുണ്ട്. എനിക്ക് സമ്മാനം കൊടുത്തിട്ടുണ്ടോ? എന്നെ കുറിച്ച് കവിതയോ? അതെ. എന്താ എന്നെ കുറിച്ചിട്ട് എഴുതണേ? എഴുതി കഴിഞ്ഞോ? കുറച്ച് വെട്ടലും തിരുത്തലൊക്കെ ഉണ്ട്. നിമിഷ കവിയാന്ന് തോന്നുന്നുണ്ട്. കംപ്ലീറ്റ് ഫുള്ളാണ്. ഓക്കെ, ഫുൾ എഴുതി കഴിഞ്ഞതാ. ഓക്കെ, ശരി. ഇതെന്താന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഓക്കെ, ശ്രീഹരി എന്നെ ഇത് വായിക്കോ? വായിക്കാം. സ്പോട്ടിൽ എഴുതിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. പാടിയാ മതി. വാ, എനിക്ക് കൂർക്കഞ്ചേരിയിലെ ചിന്നു ചേച്ചി, സ്റ്റാർ മാജിക്കിലെ ലക്ഷ്മി ചേച്ചി. കൂർക്കഞ്ചേരിയിലെ ചിന്നു ചേച്ചി, സ്റ്റാർ മാജിക്കിലെ ലക്ഷ്മി ചേച്ചി. പൊട്ടിച്ചിരയുടെ പൂത്തിരിയുമായി, ക്രിസ്മസിനൊരു നക്ഷത്രവുമായി. സ്റ്റാർ മാജിക്കിലെ സ്റ്റാറുകളെ ചില ഇക്ഷവരപ്പിക്കും പല കളിയ. തോട്ടിയിടുന്ന ടീമിന് ചാട്ടക്കടിയും നടി കൊണ്ടവരുടെ ചാട്ടവും. ഇത്തം ലക്ഷ്മി പോയി. ഇത്തം ലക്ഷ്മി ചേച്ചി ചരിതം മംഗളധ്വനി മുഴക്കി സമാപ്തം. അടിപൊളി, സൂപ്പർ. ശ്രീഹരിക്കുട്ടി അസലായിട്ട് പാട്ട് പാടിട്ടോ. ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? ഞാൻ BA വോക്കൽ. BA വോക്കലാണ്. നിമിഷ കവിയും കൂടിയാണ്. ഞാൻ സ്റ്റാർ മാജിക്കിലേക്ക് കൊണ്ടുപോട്ടോ. ഞാൻ പാട്ട് പാടണോ? ശരി, ഞാൻ പാട്ട് പാടാം. എന്റെ കൂടെ എല്ലാരും പാടുവോ? ഉറപ്പല്ലേ? പ്രോമിസ്? പ്രോമിസ്. ഓക്കെ. ഭയങ്കര ടഫായിട്ടുള്ള പാട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടും പാടാനായിട്ട്. എന്താ DJ ആണോന്നോ? എന്റെ അമ്മോ, ശ്രുതിയൊക്കെ ചെലപ്പോ തെറ്റിപ്പോട്ടെ. പാടിച്ചേ, പിടിച്ചിരുന്നോട്ടെ എല്ലാരും. ഉറപ്പല്ലേ? ഇരുന്നിരുന്നു. പാട്ടുപാടാൻ പോവാ. അയ്യോ, പിടിച്ചിരിക്കാൻ അവനെന്നെ പിടിക്കാൻ വന്നിരിക്കാ. കിം 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 പാടിയേ. കിം 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 വരാത്തതെന്റെ മേ 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 മേ. കിം 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 വരാത്തതെന്റെ മേ 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 മേ. കാന്താ കാതോർത്തു നിൽപ്പു ഞാൻ, വരാത്തതെന്റെ കാന്താ. കാന്താ കാതോർത്തു നിൽപ്പു ഞാൻ, വരാത്തതെന്റെ കാന്താ. ഇമ്പമുള്ള തേൻമൊഴി നീ എന്തേ കിം 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 വരാത്തതെന്റെ മേ 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 മേ. 1 2 3 4 കിം 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 വരാത്തതെന്റെ മേ 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 മേ. ഓക്കേ.
പാട്ട് ഇഷ്ടമെങ്കിൽ കൈയടിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, വർഷങ്ങളായി ഒരു പരിപാടി പുറത്തുപോയി അവതരിപ്പിച്ചിട്ട് കുറെ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു കയ്യടി കേൾക്കണേ. സത്യമായിട്ട് നന്നായിട്ടാ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അത്യാവശ്യം നന്നായിരുന്നു. എത്ര മാർക്ക് കൊടുക്കാം? 98. 98 മാർക്സാ എനിക്കാ? 5 ആണ് ഇഷ്ടപ്പെട്ടു ഈ പാട്ട്. ആണോ? ഇത് ആരെയും താടിയൊക്കെ ഇങ്ങനെ പണിത് തന്നെ നല്ല അടിപൊളിയായിട്ട് മേമയുടെ മോനാ. മേമയുടെ മോന്റെ പേരെന്താ? ആൽവിൻ. എന്റെ ആൽവിനെ അതിന് അടിപൊളിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. രണ്ട് സൈഡും ഒക്കെ ആൽവിനെ ചെയ്തേ. അത് ഭാഷ കൊണ്ട് ചെയ്തു. ആ ഓക്കെ. ഇനി അടുത്തത് നമ്മളിപ്പം ഇതിനി വളർന്നു കഴിഞ്ഞിട്ട് അടുത്തത് ഏത് സ്റ്റൈൽ? അവനതൊക്കെ അത് ചെയ്തു തന്നെ മൊബൈലില്. ആണോ? ഇപ്പൊ നമ്മൾ ഇങ്ങനെയല്ലേ ചെയ്തിട്ടുള്ളത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇത്രയും കൂടെ വളർന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് സ്റ്റൈലിലാ ചെയ്യാ? താടി വളർത്തും. നല്ലോണം നീട്ടി വളർത്തോ? എക്സ്ക്യൂസ് മീ, ഒന്ന് ഇങ്ങോട്ട് വരൂ. ഇങ്ങോട്ട് വരൂ അമ്മ, ഒന്ന് ഇങ്ങോട്ട് വരൂ പ്ലീസ്. ഒന്നിങ്ങോട്ട് ആ മാസ്ക് ഒന്ന് വരിക്കോളൂ. സത്യസന്ധമായിട്ട് പറയണേ. ഈ വളർത്തുക എന്ന് പറയുമ്പോ ഏകദേശം എന്താ ഇങ്ങനെ വരൂ? സത്യമായിട്ടും ഇതൊന്നും കണ്ട് പഠിക്കരുത് കേട്ടോ. ഏതുപോലെ? അയ്യോ റോൾ മോഡലാവാൻ വന്നാണല്ലേ. പേരെന്തായിരുന്നു? നിഖിൽ. നിഖിലിന് ആൾക്കാരെ സ്നേഹം വരുമ്പോ എന്ത് വിളിക്കും? നിഖിൽ. പക്ഷെ ഞാൻ കുയിലിന്ന് വിളിക്കും. ഓക്കെ ശരി. ഓക്കെ, നമ്മുടെ ക്യാമറ ടീമിൽ ഒരു സ്ട്രോങ് ആളാണ് കേട്ടോ നമ്മുടെ. അങ്ങോട്ട് തിരിഞ്ഞിട്ട് വിത്ത് ആക്ഷൻ. ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മയുണ്ട് മുഖം. അപ്പി എന്റെ അടുത്ത് പറഞ്ഞു ചേച്ചിയെ കാണാൻ മഞ്ജു വാര്യരുടെ പോലെ ഉണ്ടെന്ന്. എനിക്കിങ്ങനെ ഗൂസ് ബംസ് വന്നിങ്ങനെ ജസ്റ്റ് വന്നപ്പോഴേക്കും ഈ ഇരിക്കുന്ന അമ്മ പറഞ്ഞു മഞ്ജു വാര്യരെ കേൾക്കണ്ടെന്ന്. മഞ്ജു ചേച്ചി ഷോ എന്താ പുട്ടാണോ കഴിച്ചത്? സമ്മതിച്ചു. അപ്പോ ഇവരുടെ എല്ലാവരുടെയും ടീച്ചറാണ്. ടീച്ചറുടെ പേരെന്താ? രേണുക ശശികുമാർ. ഓക്കെ. ടീച്ചർ എത്ര വർഷമായി ഈ ഒരു മേഖലയിൽ? ഞാൻ 23 വർഷമായി. ഈ ബട്ടർഫ്ലൈസിന്റെ കൂടെ തന്നെയാണോ? ബട്ടർഫ്ലൈസിന്റെ കൂടെയല്ല, സ്പെഷ്യൽ കുട്ടികളുടെ കൂടെ 23 വർഷമായി. ഏകദേശം ഒരു 2007 ഇങ്ങനെ ഒരു ആശയം വന്നത്. ഇവരെല്ലാവരും ഓട്ടിസ്റ്റിക് ആണ്? അല്ല, എല്ലാ ടൈപ്പും ഉണ്ട്. സെർബ്രൽ പാൾസി ഉണ്ട്, ഓട്ടിസം ഉള്ളവരുണ്ട്, മെന്റലി ചാലഞ്ച്ഡ് ഉണ്ട്, ഓർത്തോപീഡിക്കലി ഹാൻഡിക്യാപ്പ്, എല്ലാ വിഭാഗമുണ്ട്. ഇപ്പം ശരിക്കും ഇവരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോഴേ ഇപ്പം എനിക്ക് വളരെ അത്ഭുതമുള്ളൊരു കാര്യമാണ്. എന്നെ ഇവർ കണ്ടപ്പോൾ എല്ലാ കുട്ടികളും ഐഡന്റിഫൈ ചെയ്തു എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവർക്കെല്ലാം മനസ്സിലാവണുണ്ട്. അപ്പം എങ്ങനെയാണ് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷനിൽ എങ്ങനെയാ ടീച്ചർ? ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ഭാഷ വേണ്ട. ഞങ്ങളുടെ ഭാഷ ഹൃദയം കൊണ്ടാണ് അല്ലേ. അത് ഒരു നോട്ടത്തിലൂടെ തന്നെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അവരുടെയും ഒരു ചെറിയ ശ്വാസഗതി പോലും മനസ്സിലാക്കാനായിട്ട് എനിക്ക് പറ്റുന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം. ഇതാണ് പെപ്പൻ മാഷ് കേട്ടോ. ഇവരുടെ ചെണ്ടമേളത്തിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന അവരുടെ വാദ്യാര്. ഇനി വേറെ ആരാ മിമിക്രി ചെയ്യാ? ഹണി. ഹണിക്ക് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ടെന്നാണ് പെപ്പിൻ ചേട്ടൻ പറഞ്ഞിട്ട്. എന്താണ് ഹണിയുടെ പ്രത്യേകത? ഹണി നമ്മളുടെ നാള് പറഞ്ഞു കൊടുത്ത അതിന്റെ മൃഗം എന്റെ നാള് പറയട്ടെ ഞാൻ. ഹണി പറഞ്ഞോളൂ. അഷ്ടമി രോഹിണി. അഷ്ടമി രോഹിണി 4 തലയുള്ള പാമ്പല്ലേ? പാമ്പ്. പക്ഷെ ഞാനിപ്പോ പാമ്പല്ല കേട്ടോ. ഓക്കെ. അപ്പൊ ഇനി അറിയാം മിമിക്രി ചെയ്യാ. ഹണി മിമിക്രി ചെയ്യുന്ന പറഞ്ഞല്ലോ. എഴുതി വെച്ചിട്ടുണ്ടാ? മൃഗങ്ങളെയാ പറയാ. ശരി. ഓക്കെ. കൊളക്കോഴി. പുലി. സോ സ്വീറ്റ്. ഇതില് ഞാനൊരു കാര്യം പഠിച്ചു. ഹണീനെ പഠിപ്പിച്ചു. എന്താ അറിയോ? കടുവ. സിംഹം. ഇനി നമ്മൾ നേരെ ഒരു കച്ചേരിയിലേക്ക് നമുക്ക് പോവാട്ടോ. ശരിക്കും ഒരു ഇദ്ദേഹത്തിന് കിട്ടിയ ഒരു ടൈറ്റിലും കൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യം അമ്മ വരട്ടെ. കേരളത്തിൽ തന്നെ അല്ലേ അമ്മ പറയൂ. അമ്മയുടെ പേരെന്താ? എൻ്റെ പേര് സജിത. മൂത്ത മകനാണ് കിരൺ.
കിരണ് സംസാരിക്കുന്നുണ്ടായിരുന്നില്ല 4 വയസ്സ് വരയ്ക്ക്. 4 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് കിരൺ ആവശ്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയത്. ചെറുതായി അവൻ്റെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. അങ്ങനെയായപ്പോഴാണ് റീച്ച് സ്വാശ്രയേനെ പറ്റി കേട്ടത്. അവിടെ കൊണ്ട് അഡ്മിഷൻ എടുത്തു. അവിടെ രേണു മിസ് ഉണ്ടായിരുന്നു അന്ന് തന്നെ. അവിടുത്തെ ടീച്ചേഴ്സ് ഞങ്ങളേക്കാൾ ഉപരി ഈ മക്കൾക്ക് വേണ്ടി സ്വന്തം മക്കളുടെ കാര്യങ്ങൾ അവർക്ക് പലപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റാറില്ല. അതെനിക്ക് മിസ് പറഞ്ഞില്ലെങ്കിലും എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നൊരു വ്യക്തി. അപ്പൊ അങ്ങനെ ഇല്ല. അപ്പൊ കിരണിന്റെ കഴിവുകൾ അങ്ങനെ സ്വാശ്രയാണ് കണ്ടുപിടിച്ചത്. ഇല്ലില്ല. അങ്ങനെ 5 വയസ്സ് മുതൽ കിരൺ സംഗീതം അഭ്യസിക്കാൻ തുടങ്ങി. ഇപ്പോൾ 23 വർഷമായിട്ട് 22 വർഷമായിട്ട് സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മ്യൂസിക്കിനാണ് കിരൺ പഠിക്കണേ. അതെ. അപ്പൊ കിരൺ ഇപ്പോൾ കർണാട്ടിക് മ്യൂസിക് MA PG അർണാട്ടുകര ജോൺ മത്തായി സെന്ററിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഈ അമ്മയ്ക്കുള്ളതാണ് ഒരു വലിയ കൈഡി. ഒരു സ്ട്രോങ് ബ്രേവ് ലേഡി. താങ്ക് യു. അല്ല മദർ. താങ്ക് യു. നീ പറയൂ. അപ്പോൾ കിരണിന് അങ്ങനെ സംഗീതത്തിൽ കഴിവുണ്ടെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ അതിനു വേണ്ടി അവന് വേണ്ടി ചിലവാക്കുന്ന ആ പൈസേൻ്റെ കണക്ക് വെക്കാറില്ല. എത്ര പൈസ വേണമെങ്കിലും കിരണിന് വേണ്ടി ചിലവാക്കാൻ തയ്യാറായിക്കൊണ്ട് തന്നെ ഞാൻ തന്നെ അതിനു വേണ്ടി കിരണിനെ നോക്കും വേണം, എനിക്ക് വീട് നോക്കും വേണം, അവനുള്ള പൈസ ഉണ്ടാക്കണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ സ്വന്തമായി പലതരം കോഴ്സുകൾ എന്തൊക്കെ പഠിച്ചു എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. അത്രയധികം കോഴ്സ് ഞാൻ പഠിച്ചു. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമുകൾ 1-2 ഇപ്പോൾ ബുക്ക് ചെയ്തു. അതെല്ലാം കേരളത്തിലെ കച്ചേരി നടത്തുന്ന അത് പറയൂ അമ്മ അഭിമാനത്തോടുകൂടി. അപ്പോൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ കച്ചേരി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ആദ്യത്തെ വ്യക്തിയാണ് കേട്ടോ ഇത്തരത്തിൽ എന്താ പറയാ MR ആയിരുന്നു കിരൺ. ഇപ്പോഴത്തെ ട്രീറ്റ്മെന്റിൽ ഇപ്പോൾ എടുത്ത ടെസ്റ്റിൽ MR എന്നുള്ള ആ പ്രശ്നം ഇല്ല. ഇപ്പം എന്താണ് ഇപ്പൊ കറന്റ്ലി ഉള്ള മോന്റെ സ്റ്റേറ്റ്? ഇപ്പോൾ മറ്റേ ഓർത്തോ ആ ഒരു പ്രശ്നം മാത്രമല്ലോ എന്നാണ് ഇപ്പോഴത്തെ മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സിന്റെ ഒരു നിഗമനം. ഇവിടെ വന്നതാ കുറേ സമയത്ത് എന്താ പറയുക സന്തോഷം കൊണ്ട് കരച്ചിൽ വരിക എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു വികാരം. ഞാനൊരു ഉമ്മ വരട്ടെ? ഓ ആയിക്കോട്ടെ. ഇപ്പോഴത്തെ എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എനിക്ക് കൊടുത്തേ പറ്റുള്ളൂ. അമ്മയെ പോലെ കെട്ടിപ്പിടിച്ചിട്ട് സംസാരിച്ചാണ് കേട്ടോ. കാരണം കുറേ പേർക്ക് ഇത് ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ്. അതായത് എല്ലാ അമ്മമാരും അതെ ഉള്ളം കയ്യിലാണ്. ആ അമ്മ എടുത്ത സ്ട്രെയിൻ അല്ലെങ്കിൽ ഈ അമ്മമാരെടുക്കുന്ന സ്ട്രെയിൻ അതൊക്കെ സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് എത്തിക്കാവുന്നതിൻ്റെ ഏറ്റവും പീക്ക് ലെവലിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ അമ്മ തന്നെ പറയുണ്ടായിരുന്നു. അതായത് എത്രയോ കോഴ്സ് എനിക്ക് പഠിക്കാൻ പറ്റും, ആദ്യം ഞാനത് പഠിച്ചിട്ട് മുന്നിലേക്ക് എത്തിക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, വീണ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, വീണയിൽ ഇപ്പോൾ കീർത്തനം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പഠിക്കുന്ന വേറൊന്നും ഉണ്ടല്ല, കിരൺ വീട്ടിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു, കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇവര് നിഷ്കളങ്കരൊക്കെ ആണെങ്കിലും എല്ലാതി വില്ലനാണ്. എന്റെ പൈസ തൊടരുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്നലെ ഒരു കുട്ടീന്റെ ഫീസ് കിട്ടിയപ്പോ ഒരു 100 തവണ ചോദിച്ചിട്ടുണ്ടാവും എന്റെ കാശ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ അതിന്റെ തലേദിവസം മൂപ്പർക്ക് മരുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു, കോൾഡ് ഉണ്ടായിരുന്നു, എന്റെ കാശ്. ഞാൻ പറഞ്ഞു എന്റെ കാശ് ആദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കും. അപ്പൊ കാശ് ആളുടെ അപ്പൊ പറയണെന്താ വെച്ചാല് ഞാൻ ജോലി ചെയ്തുണ്ടാക്കിയ എന്റെ വരുമാനം എനിക്ക് വേണ്ടി ചെലവാക്കണം. വീട്ടിലാരൊക്കെയുണ്ട്? എനിക്ക് ഒരു മോനും കൂടി ഉണ്ട്. മോൻ BTech പഠിക്കുകയാണ്. പിന്നെ എൻ്റെ അമ്മ എൻ്റെ ഒപ്പമുണ്ട്. സ്വന്തം കല്ല് നിന്നിട്ട് തന്നെയാണ് നോക്കിയത് അല്ലേ? എനിക്ക് ആ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായി. സുഖമുള്ള വാക്കുകൾ കൊണ്ടെൻ്റെ ചാരിണി മധുര സംഗീതം നിറച്ചു ഞാൻ അടിമുടി ആനന്ദമനുഭവിച്ചു. പൂത്തിരുവാതിര തിങ്കൾ തുളിക്കുന്ന പുണ്യനിലാവുള്ള രാത്രി തങ്ക മനസ്സ്
അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ ഈ തിരുമുന്നിൽ വന്നു നിന്നാൽ ഞാൻ അമ്പാടി പൈകിടാവ് കൂടിപ്പാവുടുത്ത് കണിത്താലവുമായി വിഷുക്കൈ നീട്ടമെൻ കയ്യിൽ തരുമ്പോൾ എൻ്റെ മിഴി രണ്ടും നിറയും ഞാൻ തൊഴുതു കാലിൽ വീഴും തങ്ക മനസ്സ് അമ്മ മനസ്സ് മുറ്റത്തെ തുളസി പോലെ ഈ തിരുമുന്നിൽ വന്നു നിന്നാൽ ഞാൻ അമ്പാടി പൈകിടാവ്. നമ്മുടെ ആൻജിയുടെ ഹെയർ സ്റ്റൈലിന്റെ കാര്യം പറഞ്ഞപ്പോഴാ അമ്പടാ ആരാ ഈ ഇങ്ങനെ മുടി വെട്ടി തന്നെ ഒന്ന് കാണിച്ചു കൊടുക്കും എല്ലാവർക്കും. എന്താ സ്റ്റൈലെന്ന് നോക്കിയേ, ഒന്ന് കാണിച്ചു കൊടുത്തേ. സൈഡ് ഒന്ന് ചെരിഞ്ഞ് ക്യാമറയിൽ എല്ലാവരും കാണട്ടെ. ഒരു സ്റ്റൈൽ ഇങ്ങനെയൊക്കെ ഒന്ന് കാണിച്ചേ. ഓ ആ കണ്ണ് നോക്കൂ, ആ മുടി നോക്കൂ. ഇത് ആരെങ്കിലും മുടി വെട്ടി തന്നെ? പപ്പ ഇങ്ങനെ വെട്ടിത്തരുവോ? ഇത്ര അടിപൊളിയായിട്ട് വെട്ടിത്തരുവോ? ഈ മുടി ഇങ്ങനെ ഹെയർ സ്റ്റൈലിന്റെ പേരെന്താ? എന്താ പപ്പ പേരൊന്ന് പറയട്ടോ. പപ്പയുടെ പേരാണ് പറഞ്ഞത്, പപ്പ. ശരി. അപ്പോൾ ഇനി അമ്മമാർക്ക് വേണ്ടിയിട്ടാണ്. തെറ്റുകളൊക്കെ ഉണ്ടായിരിക്കും. ശരിക്കും ഇവരുടെ മുന്നിൽ പാടുമ്പോൾ ഞാനാണ് പേടിക്കണേ. ഇപ്പോൾ ഇത്രയും നമ്മൾ കേട്ടു, ശ്രുതി ശുദ്ധമായിരുന്നു, എവിടെയെങ്കിലും ഒരു സ്ഥലത്തൊരു പിച്ച് ഔട്ടോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഈ കുഞ്ഞുമക്കൾ എന്ന് പറയുന്നത് അത്രയും ടാലൻറ്റഡാ. അപ്പം അവരുടെ മുന്നിൽ എൻ്റെ മുട്ട് വിറയ്ക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അമ്മമാർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു 4 വരി കേട്ടോ. ഹാറ്റുനോറ്റുണ്ടായോരുണ്ണി അമ്മ കാത്തു കാത്തുണ്ടായൊരുണ്ണി അമ്പോറ്റിക്കണ്ണൻ്റെ മുൻപിൽ അമ്മ കുമ്പിട്ടു കിട്ടിയ പുണ്യം ആറ്റുനോറ്റുണ്ടായൊരുണ്ണി അമ്മ കാത്തു കാത്തുണ്ടായൊരുണ്ണി അമ്പോറ്റിക്കണ്ണൻ്റെ മുൻപിൽ അമ്മ കുമ്പിട്ടു കിട്ടിയ പുണ്യം മെയ് വളരുന്നതു കാൽ വളരുന്നതു കണ്ടോണ്ടമ്മയിരിക്കേ മെയ് വളരുന്നതു കാൽ വളരുന്നതു കണ്ടോണ്ടമ്മയിരിക്കേ ആറ്റുനോറ്റുണ്ടായൊരുണ്ണി അമ്മ കാത്തു കാത്തുണ്ടായൊരുണ്ണി അമ്പോറ്റിക്കണ്ണൻ്റെ മുൻപിൽ അമ്മ കുമ്പിട്ടു കിട്ടിയ പുണ്യം. ഇത് അതെ, തീർച്ചയായും ഈ മക്കൾ ഞങ്ങളുടെ ഞങ്ങളുടെ ടീം ബട്ടർഫ്ലൈസിൻ്റെ പേരിൽ ഞങ്ങളുടെ സ്നേഹം ലക്ഷ്മിക്ക് എല്ലാവരുടെയും പേരിൽ സമർപ്പിക്കാനായിട്ട് ഞാൻ ഹനിയെ ക്ഷണിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഈ സ്റ്റാർ എല്ലാം ഇവരെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെന്നാ പറയണേ. ഇത് ആണോ? അണി ഉണ്ടാക്കിയതാണോ? സൂപ്പർ, താങ്ക് യു, ഒരുപാട് സന്തോഷം. ടീം ബട്ടർഫ്ലൈസിലെ എല്ലാരും കൂടെ ചേർന്ന് ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. വിഷിംഗ് യു ദ സെയിം. ടീം ബട്ടർഫ്ലൈസിലെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു സോ മച്ച് എല്ലാവരോടും. നിങ്ങൾ എല്ലാവരും ഹാപ്പിയാണോ? ശരിക്കും ഈ ഒരു ക്രിസ്മസ് ആണ് ഏറ്റവും എൻ്റെ ലൈഫിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്രിസ്മസ്. കാരണം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് നേരം ഇവരുടെ മുഖത്ത് ഒന്ന് ചിരി പടർത്താൻ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരെ കുറച്ച് നേരം ഒന്ന് എന്താ ഞങ്ങൾ ഡാൻസ് ചെയ്യും, പാട്ട് പാടും എന്നൊക്കെയാ പറയണേ. എന്തായാലും നിങ്ങൾ എല്ലാവരും ഹാപ്പിയാണെന്ന് ഞാൻ വിചാരിക്കണു. ഹാപ്പിയാണോ? അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്.
നേരത്തെ പറഞ്ഞ പോലെ ഉച്ച സമയമായി, എല്ലാവർക്കും വിശക്കുന്നുണ്ട്. അപ്പം ഇന്ന് ചേച്ചി എല്ലാവർക്കും എന്താ തരണേ? സമ്മാനം കേക്ക് ഉണ്ട് കേട്ടോ. അതിന് മുമ്പായിട്ട് ഞങ്ങള് ക്രിസ്മസ് ആയതുകൊണ്ട് കേക്ക് ഉണ്ട്. അതിന് മുമ്പ് നമുക്ക് ബിരിയാണി കഴിക്കാം. ചിക്കൻ ബിരിയാണി ഇഷ്ടാണോ? കറി ഇഷ്ടാണോ? ചിക്കൻ കഴിക്കാം. എന്താ എന്റെ അടുത്തൊരു സംശയം ചോദിക്കാണ്ടെന്ന് പറഞ്ഞാൽ ചാട്ടവാറ അടിച്ചു കഴിഞ്ഞാൽ വേദനിക്കുമെന്നോ? സ്റ്റാർ മാജിക്കലി ചാട്ടവാറ കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ വേദന എടുക്കുന്നു. പിന്നെ അടിച്ച് പള്ളിപ്പുറം, അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ നടക്കുമ്പോ ഞാൻ ഉണ്ടണേ. തൊട്ടപ്പുറത്തേക്ക് ഞാൻ വന്നപ്പോൾ എനിക്കും മാമു വയൽ വേണമെന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പിണക്കം. അപ്പോൾ ബാക്കിയുള്ള എല്ലാവർക്കും നമ്മൾ മാമു മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആര്യക്കുട്ടിക്ക് പക്ഷേ ഞാൻ ചിക്കനും കൂടെ തരും. ആരോടും പറയണ്ട. ഐഡിയ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പം ഞങ്ങൾ ചിക്കനും കൂട്ടിയിട്ട് ഇനി ബിരിയാണി കഴിക്കാൻ പോവാ അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങളുടെ വയറൊക്കെ ഇങ്ങനെ പൊട്ടാറായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ നല്ല രീതിയിൽ ഉറക്കമൊക്കെ വന്നു. അപ്പോൾ ടാറ്റാ ബബായ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ബായ് ഒക്കെ പറയുന്ന സമയത്താണ് ചേച്ചി ഞങ്ങൾക്ക് ഇത്രയും സർപ്രൈസ്, ഇത്രയും ഗിഫ്റ്റൊക്കെ തന്നില്ലേ, എന്നാൽ പിന്നെ ഞങ്ങളുടെ ഭാഗത്തു നിന്നൊരു സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഇവരെന്നെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഞാൻ ഞെട്ടാൻ പോവാം. ഇപ്പം തന്നെ ഞാൻ ഞെട്ടിയിരിക്കുകയാണ് കേട്ടോ. അതായത് ടീം ബട്ടർഫ്ലൈസ് ഇവിടെ വന്നിട്ട് ഗിന്നസ് ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിട്ടുള്ള സ്പെഷ്യൽ കുഞ്ഞു മാലാഖ കുട്ടികളാണ് ഇവരെല്ലാവരും. അതായത് ചെണ്ടമേളത്തിനാണ് ഇവർ ഗിന്നസ് ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ കയറി കേട്ടോ. അപ്പം ഞങ്ങളുടെ ആ സ്പെഷ്യൽ ഐറ്റം കാണാതെ ലക്ഷ്മി ചേച്ചി എങ്ങനെയാണ് പോവാ, അത് കണ്ടിട്ട് പോയാൽ മതി എന്ന് അവര് പറയണേ. അപ്പൊ ഇതിലും തൃശ്ശൂർ പൂരം തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. സോ നമ്മുടെ ടീം ബട്ടർഫ്ലൈസിന്റെ തൃശ്ശൂർ പൂരം തുടങ്ങട്ടെ. അമ്മമാർ ഏറ്റെടുത്തിരിക്കുകയാണ് റോള്. അപ്പൊ നമുക്ക് അമ്മമാർക്ക് ഇതാണ് അമ്മമാരുടെ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ. കൂടെ ഇവരുടെ മാഷും ഉണ്ട്. തുടങ്ങല്ലേ മാഷേ? ഓക്കെ. Hey!
ഓഫ് നമ്മുടെ എല്ലാവരുടെയും എസ്പെഷ്യലി ഈ അമ്മമാർക്ക് നൽകിക്കൊണ്ട് ഒപ്പം ഈ എല്ലാ കുഞ്ഞുമക്കളുടെ കൂടെയും ഒരു വലിയ പ്രാർത്ഥന വേണം എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇത് ഒരുപാട് പേർക്ക് ചിന്തിക്കാനും അതുപോലെ തന്നെ എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ റീകളക്ട് ചെയ്യാനും ഒക്കെ ഉള്ളൊരു അവസരം തന്നെയാണ്. അപ്പോൾ ഒരിക്കൽ കൂടെ നമുക്ക് എല്ലാവർക്കും അമ്മമാരെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഹാപ്പി ക്രിസ്മസ് പറയാം. സോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ വക ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. ഇനി എല്ലാവർക്കും എൻ്റെ വക ഇത്ര ടൈം നിങ്ങൾ ഇങ്ങനെ ചെണ്ടമേളമൊക്കെ ചെയ്തതിന് ഒരു സമ്മാനം കൂടി ഉണ്ട് ക്രിസ്മസ് ആയിട്ട്. തരട്ടെ ചേച്ചി? തരട്ടെ? ഓക്കെ. സെൽഫി തരാം കേട്ടോ. അപ്പോ ഭയങ്കര സന്തോഷമുള്ള എല്ലാ മൊമെന്റിലും നമ്മൾ എന്തെങ്കിലും മധുരം കഴിക്കില്ല, അതുപോലെ ഇനിതാ ക്രിസ്മസ് അല്ലേ, അപ്പൊ എല്ലാവർക്കും ഓരോ കേക്ക്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ന്യൂ ഇയർ ഞാൻ എക്സ്ട്രാ പറഞ്ഞു എന്നൊക്കെ. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ.